നിതിൻ, കഴിഞ്ഞ ദിവസം ചില വോട്ടർമാരുമായി നമ്മൾ സംസാരിക്കാനിടയായിരുന്നു. അപ്പോൾ CPM അനുഭാവികളായിട്ടുള്ളവരോട് നമ്മൾ കുഞ്ഞികൃഷ്ണന്റെ വിഷയം വെറുതെ ഒന്ന് ചോദിച്ചതാണ്. പക്ഷെ അവരുടെ മറുപടി കേട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഇപ്പോൾ G. സുധാകരൻ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അദ്ദേഹത്തെ അവഗണിച്ചു എന്നുള്ള ഒരു ആരോപണത്തിൽ, ശരിക്കും പറഞ്ഞാൽ G. സുധാകരൻ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പാർട്ടിക്ക് സമർപ്പിച്ച ഒരാളാണ്. ഈ CPM-ൽ എടുത്താൽ ഏതൊരു നേതാവും അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തകനും അവരുടെ ജീവിതം തന്നെ പാർട്ടിക്ക് അർപ്പിച്ചാണ് അവർ ഈ CPM-കാരനായി ജീവിക്കുന്നത്. അപ്പോൾ ഈ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു സഖാവ്, അദ്ദേഹം ഇപ്പോൾ ഒരു സഖാവ് എന്ന് തന്നെയാണ് അദ്ദേഹം സ്വയം പറയുന്നത്. പക്ഷേ മറ്റ് CPM അണികൾ കുഞ്ഞികൃഷ്ണനെയാണ് ഇപ്പൊ ഈ പിണറായിയും മറ്റു ആൾക്കാരും കുലം കുത്തി എന്നും ഒക്കെ പറയുന്നത് പോലെ കുഞ്ഞികൃഷ്ണനാണ് മോശക്കാരൻ എന്നാണ് പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ എന്താണ് അവിടെ നേരിട്ട പ്രശ്നം എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. പകരം കുഞ്ഞികൃഷ്ണനോട് പാർട്ടി ചെയ്തത് നീതിയാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഈ പാർട്ടിക്കാർ പറഞ്ഞ മറുപടി, കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ പറയാൻ പാടില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, പിണറായി അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന കുറച്ച് നേതാക്കന്മാർ ആണ് എന്നാണ് ഇവരും വിശ്വസിക്കുന്നത്. പറയുമ്പോൾ പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല എന്ന് പറയുമെങ്കിലും ഇപ്പോൾ പാർട്ടിയിലെ മുതിർന്ന ആർക്കെങ്കിലും എതിരെ, അതായത് അവർ ചെയ്ത അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ ആ അഴിമതി നടത്തിയ ആളാണ് പുറത്തു പോകേണ്ടത് അല്ലെങ്കിൽ ശിക്ഷാ നടപടി നേരിടേണ്ടത് എന്നതിന് പകരം അവർക്ക് പ്രിയപ്പെട്ടവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആരോപണം ഉന്നയിച്ചവരെ പുറത്താക്കുന്നതിനെ ഉൾക്കൊള്ളാൻ പോലും ഈ നാട്ടിലെ CPM-കാർ തയ്യാറല്ല എന്നുള്ളത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഒരു ഞാൻ ഞെട്ടിപ്പോയി. ഇവർ ഇങ്ങനെ ഇത്രയും വ്യക്തമായിട്ട് കുഞ്ഞികൃഷ്ണൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു, എന്നിട്ടും അത് ഉൾക്കൊള്ളാതെ അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് CPM-കാരെയാണ് ഇന്നലെ കണ്ടത്. നിതിൻ, എന്ത് തോന്നി? തീർച്ചയായും പയ്യന്നൂർ പോലെയുള്ള CPM-ന്റെ പൊന്നാവരം കോട്ടയായ CPM-ന്റെ പാർട്ടി ഗ്രാമമായ ഒരു പ്രദേശത്ത്, അവിടെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു പ്രദേശമാണ് പയ്യന്നൂർ. അവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കാര്യമായ സ്വാധീനമൊന്നുമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. CPM-ന്റെ ഓരോ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നമ്മൾ പരിശോധിച്ചാൽ 30,000-ൽ താഴെ CPM-ന്റെ ഭൂരിപക്ഷം പയ്യന്നൂരിൽ കുറയാറില്ല. 30,000-ന് മുകളിലല്ലാതെ കുറയാറില്ല. പയ്യന്നൂർ പോലെയുള്ള പ്രദേശത്താണ് CPM-നെ വെല്ലുവിളിച്ച് ഒരാൾ രംഗത്തേക്ക് വരുന്നത്. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന, CPM-ന്റെ എല്ലാ ഉള്ളുകള്ളികളും അറിയുന്ന, CPM-നെ കുറിച്ച് CPM-ന്റെ A to Z എക്സ്റേയും CT സ്കാനും MRI സ്കാനും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അതാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ വെല്ലുവിളിക്കുമ്പോൾ CPM ഏറെ പേടിക്കുന്ന ഒരു കാര്യം. കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ്. ധനരാജ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകൻ പയ്യന്നൂരിൽ BJP-ക്കാർ ധനരാജിനെ വെട്ടിക്കൊല്ലുന്ന ഒരു ദിവസം രാത്രിയിൽ ധനരാജിനെ വെട്ടിക്കൊല്ലുന്ന ഭാര്യയുടെയും അമ്മയുടെയും മുന്നിലിട്ടാണ് രാത്രി വെട്ടിക്കൊള്ളുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധനരാജിനെ കൊലപ്പെടുത്തി ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പ് പയ്യന്നൂരിലെ CPM തിരിച്ചടിക്കും ഒരു BJP-കാരന് ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ധനരാജ് എത്രത്തോളം അവിടുത്തെ CPM-കാർക്ക് പ്രിയപ്പെട്ടവനായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. ഈ ധനരാജ് മരിച്ചതിന് ശേഷം ധനരാജിന്റെ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത, ധനരാജ് കൂലിവേല ചെയ്ത് നോക്കിയിരുന്ന കുടുംബത്തെ സഹായിക്കാൻ CPM ഒരു പിരിവ് നടത്തി, ബക്കറ്റ് പിരിവ്. ആ പിരിവിൽ പയ്യന്നൂർ MLA ഉൾപ്പെടെയുള്ളവർ അഴിമതി നടത്തി. ധനരാജിന്റെ ചോര കാണിച്ച്, ധനരാജിന്റെ ജീവൻ കാണിച്ച് പിരിച്ച പണം പയ്യന്നൂരിലെ CPM നേതാക്കന്മാർ തട്ടിയെടുത്തുന്ന ഏറെ ഗുരുതരമായ ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. തെളിവ് സഹിതമാണ് അദ്ദേഹം ആരോപിച്ചതെന്ന് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, രക്തസാക്ഷികളുടെ ആ തൂണിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ഈ CPM എന്ന് പറയുന്നത്. ആ രക്തസാക്ഷി ഫണ്ടിൽ നിന്നാണ് ഇവര് തട്ടിയെടുത്തതെന്നും കൂടെ. തീർച്ചയായും അത് തന്നെയാണ് CPM-നെ പയ്യന്നൂരിൽ പ്രകോപിപ്പിച്ചൊരു കാര്യം. കാരണം എല്ലാ വർഷവും ധനരാജ് അനുസ്മരണ ചടങ്ങ്, രക്തസാക്ഷി ദിനം പയ്യന്നൂരിൽ സമുചിതമായി ആചരിക്കാറുണ്ട്. ധനരാജ് ആ പ്രദേശത്തെ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രചോദനം നൽകിയ ഒരു നേതാവ് തന്നെയാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോ എടുത്താൽ കാണാം. ധനരാജ് രക്തസാക്ഷി ദിനത്തിൽ യുവാക്കൾ അതിവൈകാരികമായി മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ ധനരാജിന്റെ ഫണ്ട് CPM നേതൃത്വം കട്ടു എന്ന് പറയുമ്പോൾ അത് പാർട്ടി അണികൾക്കിടയിൽ വലിയ ഓളം സൃഷ്ടിക്കുമെന്ന, അസംതൃപ്തി സൃഷ്ടിക്കുമെന്ന കൃത്യമായ ബോധ്യം CPM നേതൃത്വത്തിനുണ്ട്. ഒരു പക്ഷേ അവർ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ പാർട്ടിയെ വെല്ലുവിളിച്ച് തെരുവിലിറങ്ങാൻ ചിലപ്പോൾ അവർ തയ്യാറായേക്കില്ല. അല്ലെങ്കിൽ അവർ മറ്റ് പാർട്ടിയെ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിക്കാൻ അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്ത വോട്ടിലൂടെയാണ്. പയ്യന്നൂർ പോലെയുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ പയ്യന്നൂരിൻ്റെ തൊട്ടടുത്തുള്ള ആ പഞ്ചായത്തുകളിലെല്ലാം വോട്ടിലൂടെ മാത്രമേ പ്രതിഷേധം രേഖപ്പെടുത്താൻ CPM അണികൾക്ക് കഴിയൂ. അല്ലാതെ പാർട്ടിയെ വെല്ലുവിളിക്കാനുള്ള കെൽപ്പും ത്രാണിയും ഇന്ന് താഴെത്തട്ടുള്ള അണികൾക്കില്ല. കാരണം അവർക്കറിയാം, അവിടെ പാർട്ടിയെ വെല്ലുവിളിച്ച് ഒരാൾ മുന്നോട്ട് വന്നാൽ അവർക്ക് അവിടെ ജീവിക്കാൻ ഉതകുന്ന സാഹചര്യം, പാർട്ടി ഗ്രാമത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഒരു കല്യാണം പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടാവും. കുഞ്ഞികൃഷ്ണന്റെ ജീവന് ആപത്ത് ഇതുവരെ നേരിടാത്തതിന്റെ കാരണം സോഷ്യൽ മീഡിയയും മറ്റും മാധ്യമങ്ങളും എല്ലാം ഇപ്പോൾ അത്രയും സജീവമായതുകൊണ്ടാണെന്നാണ് കരുതാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും അദ്ദേഹത്തിന്
തുറക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ പാർട്ടി സൃഷ്ടിച്ചു. തീർച്ചയായും പാർട്ടി പറഞ്ഞാൽ കൊല്ലാനും ചാവാനും തയ്യാറായ അണികളുള്ള പ്രദേശം തന്നെയാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ. നമ്മൾ ഈ പറയുന്നതൊന്നുമല്ല പാർട്ടി ഗ്രാമത്തിലെ അതിഭീകരാവസ്ഥ എന്ന് അവിടെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പയ്യന്നൂർ പോലെയുള്ള പ്രദേശത്ത് പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഈ കുഞ്ഞികൃഷ്ണൻ കാണിച്ച ധൈര്യത്തിന് നമ്മൾ പൂർണ്ണമായും അദ്ദേഹത്തെ വലിയ തരത്തിൽ അഭിവാദ്യം ചെയ്യണമെന്നാണ് എൻ്റെ പക്ഷം. കാരണം അദ്ദേഹത്തിന് അറിയാം വരും ദിവസങ്ങളിൽ എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാനിത് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എൻ്റെ കൂടെ നിൽക്കുന്നവരെ മാനസികമായും ശാരീരികമായും തകർക്കാൻ CPM തയ്യാറാകും. അവർ കൂരുവിലൊക്കെ ഉണ്ടാകും. അവർക്കൊരു കച്ചവട സ്ഥാപനത്തിൽ പോയാൽ, ഒരു കടയിൽ പോയാൽ അവിടെ നിന്ന് അരിയോ മറ്റോ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം. അവരെ ഒരു കല്യാണത്തിന് വിളിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം. തീർച്ചയായും അത് ഉണ്ടാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെല്ലാം തരണം ചെയ്യാനുള്ള ആത്മധൈര്യത്തിന്റെ ബലത്തിലാണ് ഈ കുഞ്ഞികൃഷ്ണൻ ഇത് തുറന്നു പറഞ്ഞത്. കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ പയ്യന്നൂരിലെ പാർട്ടി അണികളിൽ ചിലരെയെങ്കിലും, ഞാൻ പൂർണ്ണമായും പറയില്ല, പൂർണ്ണമായും മാറില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു 100 ആളുകളെ എടുത്താൽ അതിലൊരു 10 പേരെയെങ്കിലും മാറി ചിന്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ റിസൾട്ട് വന്നാൽ പുറത്തറിയും, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം സ്വന്തമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു, UDF പിന്തുണ പ്രഖ്യാപിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയിൽ RSP മത്സരിക്കുന്ന സീറ്റാണ് മട്ടന്നൂർ. അവിടെ RSP മത്സരിക്കാതെ ഇത്തവണ UDF കുഞ്ഞികൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം സ്വന്തമായി മത്സരിക്കുകയാണ്. ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇത് പാർട്ടി അണികൾ, കഴമ്പുണ്ടോ യാഥാർത്ഥ്യമുണ്ടോ ഒക്കെ അദ്ദേഹത്തിന് അറിയാം, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ. പക്ഷെ ഇത് പാർട്ടി അണികൾ വിശ്വസിച്ചിട്ടുണ്ടോ? പാർട്ടി അണികൾ ഒരാളെങ്കിലും കുഞ്ഞികൃഷ്ണനൊപ്പമുണ്ടോ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ മെയ് 4 മാത്രമേ മനസ്സിലാവൂ. കാരണം കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരുണ്ടാവില്ല. അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനൊന്നും CPM-കാർ വരില്ല. അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക ബാലറ്റിലൂടെയാണ്. ആ ബാലറ്റിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി കുഞ്ഞികൃഷ്ണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ടോ? അത് പയ്യന്നൂരിൽ ഒരു വോട്ടാണെങ്കിൽ ആ ഒരു വോട്ട് CPM-ന്റെ മുഖത്തേറ്റ അടിയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഉയർത്തിയ വിവാദം പയ്യന്നൂരിലെ പാർട്ടി അണികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് കാത്ത് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.